സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സൂര്യ എണീറ്റ് നടക്കുവാണ് കേട്ടോ. സൂര്യയുടെ ഈ മാറ്റം കണ്ട് വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ് കണിമംഗലം മുഴുവനും. പരമേശ്വരനും പത്മിനിയും മുത്തശ്ശിയും വരുണും എല്ലാവരും രാധികയെ പുകഴ്ത്തുകയും രാധികയ്ക്ക് നന്ദി പറയുകയും ചെയ്യുവാണ് കേട്ടോ. സൂര്യയും ഒത്തിരി സന്തോഷത്തോടു കൂടി രാധികയോട് നന്ദി പറയുകയും രാധികയെ വാനോളം പുകഴ്ത്തുകയും ചെയ്യുവാണ്. ഇതെല്ലാം കണ്ട് സഹിക്കാനാവാതെ കാലി പൂണ്ടി നിൽക്കുവാണ് കൽപ്പനയും പ്രിയങ്കയൊക്കെ. പിന്നീട് കാണിക്കുന്നത് സൂര്യ രാധികയും കൂടി ഹോളിൽ നിന്ന് സംസാരിക്കുന്നതാണ്. അന്നേരം സൂര്യ രാധികയോട് പറയണേ, എന്നെ ആ വീൽചെയറിൽ നിന്ന് എണീപ്പിക്കാൻ ദൈവമായിട്ടാണ് നിന്നെ ഇവിടെ അയച്ചത്. നീ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ പ്രകാശം സംഭവിക്കില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഒത്തിരി സന്തോഷത്തോടെ സൂര്യ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും. ഈ സമയം ഇവരുടെ ഈ സംസാരം കേട്ട് കൽപ്പന കലിതുള്ളി അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ സൂര്യയും രാധികയും ചേർത്ത് വളരെ മോശമായിട്ട് സംസാരിക്കുവാണ് കേട്ടോ കൽപ്പന. അത് കേട്ട് രാധയ്ക്ക് വല്ലാതെ സങ്കടമാകുവാണ്. ഈ സമയം നിയന്ത്രണം വിട്ട സൂര്യ കൽപ്പനയുടെ കാരണത്തിട്ട് പൊട്ടിക്കുവാണ് കേട്ടോ. ആ കാഴ്ച കൊണ്ട് രാധിക്ക് അങ്ങ് ഞെട്ടി നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് തുളസി തറയിൽ വിളക്ക് വെക്കാനായിട്ട് വന്ന രാധികേനെയാണ് കേട്ടോ. ഈ സമയം അവിടെ നിൽക്കുന്ന രാധികയെ മരത്തിൻ്റെ അവിടെ നിന്ന് വരൻ കാണുവാണ്. അങ്ങനെ വരൻ പതിയെ ബാക്കിലൂടെ ചെന്ന് രാധികയെ കയറി പിടിക്കുവാണ് കേട്ടോ. എന്നാൽ അത് ശരിക്കും പ്രിയങ്കയായിരിക്കും. രാധികയാണെന്ന് തെറ്റിദ്ധരിച്ചാണ് കേട്ടോ വരുൺ പ്രിയങ്കയെ കയറി പിടിച്ചത്. ഈ സമയം പ്രിയങ്ക നാണത്തോടെ വരുണിൻ്റെ മുമ്പിൽ കൊഞ്ചിക്കൊഴാൻ ചെല്ലുവാണ്. അന്നേരം വരുൺ ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം റൂമിലെത്തുന്ന പ്രിയങ്ക വരുണിനോട് പറയണേ, എന്നെ എത്ര ഇഷ്ടമാണോ അത്രയ്ക്കും തിരിച്ച് അങ്ങോട്ട് സ്നേഹിക്കാനാണ് എൻ്റെ തീരുമാനം. അങ്ങനെ പ്രിയങ്കയുടെ ആ കൊഞ്ചലും കോയലും കണ്ട് ദേഷ്യത്തോടെ വരുൺ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ പൂജാമുറി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന രാധികനെയാണ്. ഈ സമയം പ്രിയങ്കയാണെങ്കിൽ രാധികയുടെ അരികെ വന്നിട്ട് ഇനിയും എന്തിനോടെ കടിച്ചു തുടി നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഏട്ടന് സുഖമായല്ലോ, ഇനി ചേച്ചി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. വെറുതെ എൻ്റെ വരുണിൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ചേച്ചി ഇവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞ് രാധികയെ അവിടെ നിന്ന് പറഞ്ഞുവിടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ പ്രിയങ്കയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് രാധികയ്ക്ക് ഒത്തിരി സങ്കടമാകുവാണ് കേട്ടോ. അങ്ങനെ രാധിക അവിടെ നിന്ന് പോകാൻ തന്നെ തീരുമാനിക്കുകയാണ്. അതിനായിട്ട് ബാഗിലെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങി വരുമോ രാധിക. എന്നിട്ട് എല്ലാവരോടും യാത്ര പറയുവാണ്. അങ്ങനെ രാധിക അവിടെ നിന്നും പോകുവാണെന്നറിഞ്ഞ് വരുണിന് ഒത്തിരി സങ്കടമാകുവാണ് കേട്ടോ. സൂര്യക്കും മുത്തശ്ശിക്കും പരമേശ്വരനും പത്മിനിക്കും എല്ലാവർക്കും സങ്കടമാകുവാണ്. കൽപ്പനക്കും പ്രിയങ്കയ്ക്കും ആണെങ്കിൽ ഒത്തിരി സന്തോഷമാകുവാണ്. അന്നേരം പരമേശ്വരൻ പറയുക, ഈ കുട്ടി പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ അമ്മേ? മോളെ, നീ വന്നതിന് ശേഷം ഈ വീട്ടിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടായി. സത്യം പറഞ്ഞാൽ മോളെ ഇവിടെ നിന്ന് പറഞ്ഞുവിടാൻ ഞങ്ങൾക്കാർക്കും തീരെ താല്പര്യമില്ല. അത്രയ്ക്ക് ഇഷ്ടമായി മോളെ ഞങ്ങൾക്ക്. അന്നേരം രാധിക പറയണേ, പക്ഷേ എനിക്കെൻ്റെ അച്ഛനും അമ്മയും കാണണ്ടേ, അവരും ഞാൻ കൂടെ ഉണ്ടാവണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? ഏട്ടൻ്റെ അസുഖം മാറണം, അതുവരെ ഇവിടെ നിൽക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ അത് നടന്നല്ലോ, ഇനിയിപ്പോൾ ഇവിടെ എൻ്റെ ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞ രാധിക എല്ലാവരോടും യാത്ര ചോദിക്കുവാണ്. വരുണിനെയും ആ കുടുംബത്തേക്ക് വിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ രാധികയ്ക്കും വല്ലാത്തൊരു സങ്കടം മനസ്സിൽ തോന്നുവാണ് കേട്ടോ. അങ്ങനെ വണ്ടിയിൽ കയറി പോകുന്നതിന് തൊട്ട് മുമ്പ് രാധിക തിരിഞ്ഞു നോക്കുവാണ്. ഈ സമയം വരുണും ആകെ ചങ്ക് പൊട്ടി കണ്ണൊക്കെ കലങ്ങി നിൽക്കുവാണ് കേട്ടോ. വരുണിൻ്റെ ആ ഒരു മുഖം കണ്ട് രാധികയ്ക്കും ഒത്തിരി സങ്കടമാകുവാണ്. രാധികയുടെ കണ്ണുകൾ നിറഞ്ഞു പോകുവാണ്. അങ്ങനെ ആ ഒരു സങ്കടം മറ്റാരും കാണാതിരിക്കാൻ വേണ്ടി രാധിക വേഗം തന്നെ കാറിലേക്ക് കയറി അവിടെ നിന്നും പോകുവാണ്. ഈ സമയം വരുണാണെങ്കിൽ ഒത്തിരി സങ്കടത്തോടെ റൂമിലേക്ക് പോയി കട്ടിലിൽ പോയി സങ്കടപ്പെട്ട് കിടക്കുവാണ്. വരുണിൻ്റെ മനസ്സിലാണെങ്കിൽ മുഴുവൻ രാധികയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രം കേട്ടോ. ഈ സമയത്തായിരിക്കും പ്രിയങ്ക പതിയെ വരുണിൻ്റെ റൂമിലേക്ക് കയറി വരുന്നത്. അങ്ങനെ കട്ടിലിൽ കിടക്കുന്ന വരുണിനെ കണ്ട് വരുണിൻ്റെ തൊട്ടരികിൽ തന്നെ കയറി വരുണിനെ കെട്ടിപ്പിടിച്ച് കിടക്കുവാണ് കേട്ടോ പ്രിയങ്കയും. ഈ സമയം ദേഷ്യം വന്ന വരുൺ പ്രിയങ്കയെ തള്ളി മാറ്റിയിട്ട് കട്ടിലിൽ നിന്ന് ചാടി എണീക്കുവാണ്. അങ്ങനെ സ്നേഹപ്രകടനങ്ങളുമായി പ്രിയങ്ക വീണ്ടും അടുത്തേക്ക് വരുമ്പോൾ ദേഷ്യം വന്ന വരുൺ പ്രിയങ്കയുടെ കഴുത്തി പിടിച്ച് ഞെരിക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് തിരികെ വീട്ടിലെത്തുന്ന രാധികേനെയാണ്. അങ്ങനെ രാധികയെ കാണുമ്പോൾ ദേവനും യശോദക്കൊക്കെ ഒത്തിരി സന്തോഷമാകുവാണ്. അങ്ങനെ രണ്ടാളും ഒത്തിരി സന്തോഷത്തോടു കൂടി രാധികയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാണ്. ഈ സമയം ദേവൻ പറയണേ, വരുണിൻ്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ മോളെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ പ്രിയങ്കയുടെ അവിടെയുള്ള ജീവിതത്തിന് ഗുണമായിട്ട് വരിക. പിന്നീട് വീട്ടിലെത്തിയിട്ടും വരുണിൻ്റെ ചിന്തകളിൽ മുഴുകിയിരിക്കുന്ന രാധികേനെയാണ് കാണിക്കുന്നത്. വരുണിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ആ ഫോട്ടോയിലേക്ക് തന്നെ സങ്കടത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രാധിക. പിന്നീട് കാണിക്കുന്നത് മ്യൂസിക് സ്കൂളിലെത്തുന്ന രാധികേനെയാണ്. ഈ സമയം ശ്യാമയാണെങ്കിൽ രാധികയ്ക്ക് കുറച്ച് പുതിയ ഡ്രസ്സൊക്കെ കൊടുക്കുവാണ്ടോ. എന്നിട്ട് പറയുക, ഇവിടെ നമ്മുടെ മ്യൂസിക് സ്കൂളിൽ ഒരു മ്യൂസിക് ഇവൻറ്റ് നടക്കാൻ പോകുക. അതിൽ മോളായിരിക്കണം പ്രധാന അട്രാക്ഷൻ. മോളുടെ കഴിവുകൾ ഈ ലോകം മുഴുവൻ അറിയാൻ പോകുക. ലോകം മുഴുവൻ എൻ്റെ മോളെ അംഗീകരിക്കാൻ പോകുന്ന ദിവസവും വരാൻ പോകുന്നത്. അങ്ങനെ ഒരു മ്യൂസിക് ഇവൻറ്റിന് വേണ്ടി തയ്യാറാകുവാണ് രാധികയും. അപ്പോൾ അതൊക്കെയാണ് കമ്മിങ് സൂൺ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്